കൗമാരകലയുടെ കലാമാമാങ്കത്തിന് അരങ്ങുണരാൻ ഇനി മണിക്കൂറുകൾ മാത്രം. തീപ്പാറുന്ന കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നഗരത്തിലെ വിവിധ വേദികളിലായി നാളെ അരങ്ങ് തകർക്കും. കലോത്സവ വരവറിയിച്ചുകൊണ്ട് നടന്ന വിളംബര ഘോഷയാത്ര നഗരത്തെ പുളകമണിയിച്ചു. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സംഘാടക സമിതി അറിയിച്ചു. ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥികളുടെ കലാമേളയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം. സംസ്ഥാന കലോത്സവത്തിൻ്റെ അത്ര തന്നെ വീറും വാശിയുമുണ്ട് കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് എന്ന് പണ്ടേ പറഞ്ഞു കേൾക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പിഴവുകളൊന്നും കൂടാതെ കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവം വിജയിപ്പിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ. കലോത്സവ ഒരുക്കങ്ങളെക്കുറിച്ച് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഡി ഷൈനി. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര കലാമേളയായ കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായി കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിന് നാളെ തുടക്കം കുറിക്കുകയാണ്. എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. 15 ഉപജില്ലകളിൽ നിന്നായി ഏകദേശം 9,000-ഓളം കുട്ടികൾ ഈ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. വിവിധ മേളകളുടെ ചുമതലകൾക്കായി വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം തന്നെ ഒരുക്കങ്ങൾ ഏകദേശം പൂർത്തിയായി. എല്ലാ സുരക്ഷാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ ഇതിനോടകം തന്നെ ഡിഒ മുഖാന്തരമൊക്കെ തന്നെ എല്ലാ പ്രഥമാധ്യാപകരിലും അതുവഴി കുട്ടികളിലും എത്തിച്ചിട്ടുണ്ട്. അവർ പ്രത്യേകിച്ച് നമ്മളിവിടെ പാചകത്തിനായിട്ട് മുനിസിപ്പാലിറ്റിയുടെ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. 15ഓളം വേദികളിലായി 9,000-ഓളം കലാപ്രതിഭകൾ മാറ്റുരക്കുമെന്നും ആവശ്യമായ ക്രമീകരണങ്ങൾ എല്ലാം പൂർത്തിയാക്കിയെന്നും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കെ പ്രകാശൻ മാസ്റ്റർ. ടൗണിൽ തന്നെയുള്ള 15ഓളം വേദികളിലായാണ് നമ്മുടെ ഈ മത്സരം നടക്കുന്നത്. പ്രധാനമായിട്ടുള്ള വേദി ഇവിടെ മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. തുടർന്ന് നമ്മുടെ ടൗൺ സ്ക്വയർ, അതുപോലെ കളക്ട്രേറ്റ് മൈതാനം, പോലീസ് മൈതാനം, അതുപോലെ ചിറ്റസൻ തുടങ്ങിയ പ്രധാനപ്പെട്ട വേദികളാണ് നമ്മുടെ ഈ മത്സരങ്ങൾ നടക്കുന്നത്. എല്ലാ കുട്ടികളും വളരെ ആവേശകരമായിട്ട് തന്നെ മത്സരത്തിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കുകയാണ്. നമ്മുടെ വേദികളൊക്കെ ഏറ്റവും മികച്ച നിലയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. യൂത്ത് വിഭാഗത്തിൽ നിന്നും ഏകദേശം 2,100-ഓളം കുട്ടികളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അവർക്ക് അറബി കലോത്സവം, സംസ്കൃതോത്സവം, ജനറൽ എന്ന രീതിയിലാണ് ഈ കുട്ടികളുണ്ടാവും. അതേപോലെ തന്നെ ഈ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ ജനറൽ, അതുപോലെ അറബിക്ക്, സംസ്കൃതം എന്ന രീതിയിൽ അവർ 4,000-ഓളം കുട്ടികളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഹയർ സെക്കൻഡറി മേഖല ജനറലായി ഏകദേശം 3,300-ഓളം കുട്ടികൾ പങ്കെടുക്കും. അങ്ങനെ ആകെ 9,000-ന് മേലെ കുട്ടികളാണ് ഈ 5 ദിവസങ്ങളായി കണ്ണൂരിൽ ഈ മത്സരത്തിൻ്റെ ഭാഗമായി മാറ്റിയെടുക്കുന്നത്. പ്രതിദിനം 5,000-ലേറെ പേർക്ക് ഭക്ഷണം വിളമ്പേണ്ടതിനുള്ള സജ്ജീകരണങ്ങൾ തയ്യാറായെന്ന് ഭക്ഷണ കമ്മിറ്റി കൺവീനർ യു ബാലചന്ദ്രൻ മാസ്റ്റർ. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് വിപുലമായ സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. ഏകദേശം 800-ഓളം ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒരു ദിവസം 5,000-ഓളം ആളുകൾക്കുള്ള ഭക്ഷണമാണ് വിതരണം ചെയ്യുന്നത്. അതുകൂടാതെ പ്രഭാത ഭക്ഷണവും വൈകുന്നേരത്തെ ചായയും സ്നാക്സും ഇതിൻ്റെ അനുബന്ധമായിട്ട് വിതരണം ചെയ്യുന്നതായിരിക്കും. രാവിലെ വിഭവങ്ങളായിട്ട് ഉപ്പുമാവ്, അതുപോലെ വെള്ളയപ്പം, പത്തിരി, പൂരി തുടങ്ങിയ വിഭവങ്ങളാണ് രാവിലെ വിവിധ ദിവസങ്ങളിലായിട്ട് വിതരണം ചെയ്യുന്നത്. ഉച്ചക്ക് വെജിറ്റേറിയൻ സദ്യ എന്നുള്ള രീതിയിൽ സാമ്പാർ, എരിശ്ശേരി, പച്ചടി, പിന്നെ അവിയൽ, കൂട്ടുകറി തുടങ്ങിയ വിവിധ വിഭവങ്ങൾ വിവിധ ദിവസങ്ങളിലായിട്ട് വിതരണം ചെയ്യും. എല്ലാ ദിവസവും പായസവും എന്നുള്ള രീതിയിൽ ആരോഗ്യപരമായ എല്ലാവിധ സജ്ജീകരണങ്ങളും കൂടി സുരക്ഷയും ഉറപ്പുവരുത്തി മികച്ച രീതിയിലുള്ള ഭക്ഷണ വിതരണം കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടത്താൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. പാലുകാച്ചൽ ചടങ്ങോടെ ഭക്ഷണശാല സജീവമായി. നഗരത്തെ പുളകമണിയിച്ച് നടന്ന ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. ഒരു നാടിൻ്റെ ആഘോഷമായി കലോത്സവത്തെ വരവേൽക്കാൻ ജനങ്ങളും ഒരുങ്ങി. വെറും മത്സരങ്ങൾ എന്നതിലുപരി ഓരോ സ്കൂൾ കലോത്സവങ്ങളും ഒരു നാടിൻ്റെ പൈതൃകവും സംസ്കാരവും വരും തലമുറക്ക് പകർന്നു കൊടുക്കുക കൂടി ചെയ്യുന്നുണ്ട്. നാളെയുടെ വാഗ്ദാനങ്ങളായി, നന്മയുടെ നറുമുത്തുകളായി ഈ കലാപ്രതിഭകൾക്ക് മാറാൻ കഴിയട്ടെ. കലാപ്രതിഭകൾക്ക് എല്ലാ ആശംസകളും നേരുന്നു സിറ്റി ചാനൽ കണ്ണൂർ.